വെറുപ്പിൻ്റെ ഫാക്ടറിയായ BJP വിട്ട് സ്നേഹത്തിൻ്റെ കടയായ കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ അർഹിക്കുന്ന സ്ഥാനം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. KPCC വക്താവായി സന്ദീപ് വാര്യരെ നിയമിച്ചിരിക്കുകയാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ഇപ്പോഴത്തെ ദിവസങ്ങൾ ചെല്ലുന്തോറും BJPക്കുള്ളിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും ഗ്രൂപ്പ് പോരുകളും മുതലെടുത്ത് NDA ക്യാമ്പിൽ വൻ സർജിക്കൽ സ്ട്രൈക്ക് നടത്താനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് സന്ദീപ് വാര്യരും കോൺഗ്രസും. ഇപ്പോൾ പാലക്കാട് BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികളിലൂടെ ഞെട്ടിയിരിക്കുകയാണ് BJP ക്യാമ്പ്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രാജിക്കൊരുങ്ങുകയാണ് ദേശീയ കൗൺസിൽ അംഗം ഉൾപ്പെടെയുള്ള നേതാക്കൾ. പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെ രാജ്യസന്നദ്ധത അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൗൺസിലർ കൂടിയായ സാബുവിനെ BJP അധ്യക്ഷനാക്കണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു ധാരണ അനൗദ്യോഗികമായി ഉണ്ടായിരുന്നുവെന്നും അത് അട്ടിമറിച്ചുവെന്നും ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ പാലക്കാട് തോൽവിക്ക് കാരണം മറുവിഭാഗമെന്നാണ് കൃഷ്ണകുമാർ പക്ഷത്തിൻ്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ പ്രശാന്ത് ശിവനെ പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 9 കൗൺസിലർമാർ BJP സംസ്ഥാന നേതൃത്വത്തിന് രാജിക്കത്ത് നൽകുമെന്നും വിമത യോഗത്തിൽ പങ്കെടുത്ത കൗൺസിലർമാർ രാജിയുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. നിലവിൽ നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൊണ്ട് താൽക്കാലികമായി രാജിവെക്കുന്നില്ലെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തുവെന്നും പാലക്കാട്ടെ മുതിർന്ന BJP നേതാവ് C. കൃഷ്ണകുമാർ തൻ്റെ ബിനാമിയെ തിരികെ കയറ്റുകയാണെന്നുമാണ് പ്രധാന ആക്ഷേപം. കൗൺസിലർമാർ രാജിവെക്കുകയാണെങ്കിൽ നഗരസഭ BJPക്ക് നഷ്ടമാകും. പാലക്കാട്ടെ 52-ാം ഭരണസമിതിയിൽ BJPക്ക് 28, UDF 16, CPM 7, വെൽഫെയർ പാർട്ടി 1 എന്നിങ്ങനെയാണ് കക്ഷിനില. 9 പേർ രാജിവെക്കുന്നതോടെ BJPയുടെ അംഗബലം 19 ആകും. എങ്കിലും UDFും CPMും ഒരുമിച്ചില്ലെങ്കിൽ BJPക്ക് ഭരണം തുടരാനാകും. കൗൺസിലർമാർ രാജിവെക്കാതെ അവിശ്വാസം കൊണ്ടുവന്നാൽ അത് BJPക്ക് തിരിച്ചടിയാകും. ഇതിനു വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. ഈ സമയം തന്ത്രത്തോടുകൂടി ഒരു മുഴം മുന്നേറുകയാണ് കോൺഗ്രസ്. ഇടഞ്ഞു നിൽക്കുന്ന BJP കൗൺസിലർമാരെ മറുകണ്ഠം ചാടിക്കാൻ BJP വിട്ടെത്തിയ സന്ദീപ് വാര്യർ വഴി ചർച്ചകൾ നടക്കുന്നുവെന്നാണ് വിവരം. സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും വിമതരുമായി ബന്ധപ്പെടുന്നുമുണ്ട്. അതേസമയം തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന BDJS NDA വിടാനുള്ള ഒരുക്കത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. UDFുമായി അടുക്കാനുള്ള ചർച്ചകൾ പിൻവാതിലിലൂടെ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. NDA മുന്നണി വിടണമെന്ന ആവശ്യമാണ് BDJS കോട്ടയം ജില്ലാ കമ്മിറ്റി ഉയർത്തിയിരിക്കുന്നത്. പാർട്ടി ജില്ലാ പ്രവർത്തന ക്യാമ്പിൽ പ്രമേയം പാസാക്കി. പാർട്ടിയുടെ ജില്ലയിലെ 18 നിയോജക മണ്ഡലം ഭാരവാഹികളും ജില്ലാ സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെടെ പങ്കെടുത്ത ജില്ലാ നേതൃത്വ ക്യാമ്പിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. NDAയിൽ പാർട്ടി കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്ന് പ്രമേയം പറയുന്നു. BJP ചേർത്ത് പിടിച്ചില്ല. കഴിഞ്ഞ 9 വർഷമായി മുന്നണിയിൽ ഒരു പരിഗണന പോലും ലഭിച്ചിട്ടില്ല. അർഹമായ സ്ഥാനമാനങ്ങൾ പോലും നൽകിയിട്ടില്ല. അതിനാൽ NDA വിടണമെന്നും മറ്റു മുന്നണികളിൽ പ്രവേശിക്കുന്നതിൻ്റെ സാധ്യതകൾ പരിശോധിക്കണമെന്നാണ് പ്രമേയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർ തീരുമാനങ്ങൾക്കായി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയാണ് പ്രമേയം അവസാനിപ്പിച്ചത്. എന്നിരുന്നാലും BJPക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും താൽക്കാലികമായി ശമിച്ചുവെങ്കിലും അത് പൂർണ്ണമായി ശമിച്ചു എന്ന് പറയാറായിട്ടില്ല. BJPയിലെ പ്രശ്നങ്ങൾ BJPയും കടന്ന് NDAയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ കണ്ടുവരുന്നത്.